ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിനെ പറ്റിയിട്ടാണ്, അതായത് പച്ചക്കറി കൃഷിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീടെന്ന് വെച്ചാൽ തറവാട് വീടാണ്. അപ്പോൾ അത് കാരണം തന്നെ നല്ല രീതിയിൽ പണിയെന്ന് വെച്ചാൽ ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. പിന്നെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ചാനലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വളരെ പ്രചോദനമായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ തിണ്ണായ്മ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിണർ വെള്ളം പിടിച്ച് കല്ലുപ്പിട്ട് പിന്നെ അതുപോലെ തന്നെ മരുന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുപ്പിയിൽ ബ്ലൂ കളറാണ് മരുന്ന് കിട്ടുന്നത്. അത് വെച്ച് ഇപ്പം നല്ല രീതിയിൽ മീനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവർ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. ചിറകൊക്കെ കീറിയിരിക്കുന്നുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം മുകളിലത്തെ ആ ചിറക് കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പരലുകളെ തിന്നായിട്ട് കൊടുക്കുന്നുണ്ട്. 2 നേരം ഇവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 മീൻ വെച്ചിട്ട് 2 നേരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ടാങ്കിൻ്റെ ഭംഗി എന്ന് പറയണത്. പിന്നെ നമ്മളൊരു കാലത്ത് അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫുള്ളും അടച്ചു വെക്കുക. എനിക്ക് വെയിലടിക്കുമ്പോൾ വേഗം ആൽഗ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വൈകുന്നേരമാണ് ഇത് തുറന്ന് വെക്കുന്നത് കേട്ടോ. ഒരു 5 മണിക്ക് ശേഷമാണ് ഇപ്പോൾ തുറന്ന് വെക്കുന്നത്, ഇത് മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് നമ്മൾ ഇടാറില്ല. വല്ല പരിപാടികളുള്ളപ്പോൾ മാത്രമേ നമ്മൾ ലൈറ്റ് ഇടാറുള്ളൂ. ഇനി നമുക്ക് ബാക്കിലെ ടാങ്കിൻ്റെ അവിടേക്ക് പോകാം. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിലെ വെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാലാൻ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. പാലാൻ ഇവരെ 3 നേരം ചൂണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയത്. അനന്തപുരത്ത് നിന്നാണ് ചൂണ്ടിയിട്ട് പിടിച്ചത്. ഇതുവരെയായിട്ട് ചത്തിട്ടില്ല. 2-3 മാസമായിട്ടുണ്ട് ഈ മീൻ നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കും കിണർ വെള്ളം ഉപ്പ് കല്ലൊക്കെ ഇട്ട് മറ്റു മരുന്ന് വെള്ളം ഒഴിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള വെള്ളമാണിട്ടത്. പിന്നെ അതുപോലെ തന്നെ 2 നേരം നമ്മൾ തീറ്റ കൊടുക്കാറുണ്ട്. മീനെ തന്നെയാണ് ഇവർക്ക് കൊടുക്കാറ്. പല്ലറ്റൊന്നും ഇവർ എടുക്കണില്ല. പിന്നെ ഇവർ പല്ലറ്റ് എടുക്കും. പല്ലറ്റ് എടുക്കാമെന്ന് പറയാനായിട്ട് വലിയ കാർപ്പ് പോലത്തെ മത്സ്യങ്ങൾ ഇവരെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർ ചെറിയ ചെറിയ പൊടി മീനുകളെ കഴിച്ചിട്ടാണ് പുഴയിലൊക്കെ ജീവിക്കുന്നത്. കാരണം തന്നെ അവരെ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇവരെ ഒറ്റയ്ക്കാണ് ഇട്ടേക്കണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് പൊടി മീനുകൾ പിടിച്ചിട്ടാണ് ഇവർക്ക് തിന്നായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ കോഴി എന്ന് പറഞ്ഞത് ഫയോമി എന്ന് പറഞ്ഞ കോഴിയാണ്. നമ്മൾ മണ്ണുത്തി പ്രൈവറ്റ് ഫാമിൽ നിർത്താനും മുട്ടക്കോഴിയുടെ കൂടെ. ഇവളെ മാത്രമാണ് ഞാൻ നിർത്തിയത്, ബാക്കി എല്ലാവരും കൊടുത്തു. അപ്പം ഇവള് മുട്ടയിട്ടിട്ടുണ്ട്. 3 ദിവസമായി ഇവള് മുട്ടയിട്ട് ഇരിക്കുന്നത്. ഞാൻ കണ്ടിട്ടായതില്ല. ബർത്തിൻ്റെ മുകളിലാണ് ഇവള് മുട്ടയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഞാനത് ഇന്നാണ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിട്ടേക്കണത്. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ നട്ടിട്ടില്ല. ഇതൊക്കെ നമുക്ക് നടന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നട്ടേക്കണ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാനതാണ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. കൂട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു വാഴ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വാഴയാണ്. ഇത് ഈ കൂടിനോട് ചേർന്നാണ് ഞാൻ വെച്ച് കൊടുത്തേക്കണത്. ഈ വാഴ എന്തിനാ ഇവിടെ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഈ കൂടിൻ്റെ ടോപ്പ് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കോഴികൾ ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കണ്ട് ഇത്തിരി തണലിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വാഴ നട്ട് കൊടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറേ ഉറുമ്പുകളുണ്ട്. അപ്പോൾ ഈ വാഴമ്മയ്ക്ക് കയറിയിട്ട് നേരെ ഉറുമ്പ് ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം തന്നെ വാഴക്കൈയൊക്കെ ഞാൻ ഒടിച്ച് കോഴിക്ക് തിന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഴക്കണ്ണ് നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായത് കേട്ടോ. പിന്നെ അതവിടെ 2-3-4 വാഴ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് വാഴക്കണ്ണ നട്ടുണ്ടായി. അവിടുത്തെ വാഴക്കണ്ണൊക്കെ നമ്മൾ പറിച്ചിട്ട് വാഴ ഒക്കെ നമ്മൾ പറിച്ചിട്ട് അതാണ് ഇവിടെ ഒക്കെ നട്ട് കൊടുത്തത് കേട്ടോ. ഈ വഴിയിലൊക്കെ ഇത് കണ്ട ഇവിടെയൊക്കെ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. അത് കാരണം തന്നെ അതാണ് നമ്മൾ പുറത്തേക്ക് നട്ട് കേട്ടോ. പിന്നെ ഈ പുല്ല് നമുക്ക് പറിച്ച് മാറ്റി തരണം. അതേപോലെ തന്നെ ഇവിടെ ചീര ഇത് കണ്ട, ഇവിടെ ചീര മുളച്ചിട്ടുണ്ട്. ഇതുണ്ട, ഈ ചീരകളൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഞാൻ വെറുതെ വിതറിയിട്ട് കൊടുത്താണ്. ഇതിപ്പോൾ ചീര മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ 2-3 ദിവസത്തെ മഴ കാരണം കൊണ്ട് തന്നെ പൊടിച്ച് വന്നതാണ്. പിന്നെ കുറച്ച് വഴുതനങ്ങയുടെ തൈ നട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വഴുതനങ്ങ തൈ ഞാൻ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിൽ ഈ മഞ്ഞളുടെ സൈഡിലാണ് നട്ട് കൊടുത്തേക്കണത്. നടുന്ന വീഡിയോ ഞാൻ ചെയ്തില്ല കേട്ടോ. ഇത് നട്ടതൊന്ന് കാണിച്ചു തന്നതാണ്. ഇനി അടുത്തതിൽ ഞാൻ നടുന്നതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് വാഴയാണ് ഞാൻ പറിച്ച് മാറ്റി നട്ടേക്കണേ. പിന്നെ അവിടെ നിന്ന് വാഴയും പുറത്തേക്ക് പറിച്ച് മാറ്റി നട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വഴുതന തൈയും തക്കാളി, മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ.
പിന്നെ ഇതുമ്പോൾ കുറേ പച്ചമുളക് ഉണ്ട്, നമ്മളത് പൊട്ടിച്ചിട്ടില്ല. അതൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ, അതായത് ഇത് പറിക്കുന്നതും നടന്ന വീഡിയോയൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ പള്ളത്തിയുടെ കുട്ടികളുണ്ടായിരുന്നു, അതിൽ കുറച്ച് കുട്ടികളെ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ടാങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയിട്ടാന്ന് വെച്ചാൽ നമ്മൾ വീട്ടുങ്ങളെ വേറൊരു ടാങ്ക് മാറ്റി ഇപ്പോൾ പകുതിയോളം കുഞ്ഞുങ്ങൾ ചത്തുപോയി. നമ്മൾ വെള്ളം കംപ്ലൈൻ്റ് ആകുമ്പോൾ നമ്മൾ മാറ്റും, അങ്ങനെ മാറ്റിയിട്ടാണ് ചത്തു പോകുന്നത് കേട്ടോ. ചിലതൊക്കെ മാത്രം ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുണ്ടായ വലിയ മീനുകളെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, വലിയ ടാങ്കിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നടക്കാനായിട്ട് നല്ല രീതിയിൽ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ മീനുകളെ നമ്മൾ ആ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂലയ്ക്കാണ് നമ്മൾ ചവറൊക്കെ കൂട്ടിയിട്ടേക്കണത്. പിന്നെ കോഴീനെ കാണിച്ചു തരാം. ഈ കുട്ടികളുണ്ടോ കോഴികൾ, ഇവർക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന വാഴയുടെ കയ്യാണ്ടത്. ഈ വാഴയുടെ കയ്യൊക്കെ ഞാൻ വെട്ടിയിട്ട് അവർക്ക് തിന്നായിട്ട് കൊടുക്കുന്നത്. കാലത്ത് ഗോതമ്പ് കൊടുത്തു, പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ ഈ വാഴയുടെ ഇലകളൊക്കെ കൊടുക്കണം കേട്ടോ. ചിലൊക്കെ നല്ല രീതിയിൽ കഴിക്കും കേട്ടോ. ഇരുമ്പും പുളിയുടെ ഇലയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നതാണ് ഇവർ. പിന്നെ തള്ളക്കോഴിയും കാടകളൊക്കെ അവിടെ ഉണ്ട്. കാടകളിൽ നിന്ന് 4 മുട്ട വെച്ചൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഡെയിലി. പിന്നെ അതേപോലെ തന്നെ ആ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഗോതമ്പ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഗോതമ്പാണ് കൂടുതലും കഴിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കോഴികൾ. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ, കോഴികൾക്ക് നല്ല രീതിയിൽ വളരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ വാഴ നടണം. അപ്പോൾ അത് കാരണം ഈ മരം തടസ്സമാവും. അപ്പോൾ നമുക്ക് ആ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. പിന്നെ അവിടെ കുറച്ചും കൂടി പരിപാടി ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ. ഇത് അലമ്പായിട്ട് കിടക്കാൻ നോക്കണ്ട കേട്ടോ. ഞാൻ അതൊന്ന് വൃത്തിയാക്കി സെറ്റാക്കണം. നമ്മൾ ആഴ്ചയിലാണ് ഒതുക്കാറുള്ളൂ. പിന്നെ ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളത് ഈ ബാത്റൂമിലെ വെള്ളം, ഈ പൈപ്പ് ഉണ്ടല്ലോ, കുളിക്കുന്ന വെള്ളം വരുന്നതാണ്. അപ്പോൾ ഈ ഇത് ഓസ് അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്നിടത്തേക്ക് വെള്ളം വരില്ല. നമ്മളവിടെ ഡ്രം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇവിടെ സ്പ്രെഡായിട്ട് പോയിക്കോളും കേട്ടോ, പുറത്തേക്ക് പോയിക്കോളും. പിന്നെ ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ പുല്ല് വളരുന്നതാണ്. താറാവുകളൊക്കെ വളർത്തണമെങ്കിൽ ഇപ്പോൾ പുല്ലുകളൊക്കെ അവർ തിന്നോളും. പിന്നെ ഇവിടെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതേ കട ഈ സ്ഥലത്തേക്കാണ് വെള്ളം വരട്ടെ മൊത്തം. പിന്നെ ഇവിടെ മറ്റേ കുനിനുറുമ്പിൻ്റെ കൂടുണ്ട് അപ്പുറത്ത്. അപ്പോൾ ആ മണ്ണൊക്കെ ഉണ്ടാകും ഇവിടേക്ക് നിന്നിട്ട് ഈ വല ഫുള്ളും തൂങ്ങി ഇങ്ങോട്ട്. പിന്നെ ടാർപ്പായി തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് ഇങ്ങോട്ട് വീണോളും, ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല. അതായത് ഈ വല ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇപ്പോൾ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് പോന്നോളും. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് തന്നെ വെള്ളത്തിന് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ഈ മണ്ണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള പച്ചക്കറികൾ നടണം. ഈ കഴിച്ചുകൊണ്ടില്ലേ ഈ ഭാഗത്ത് നമുക്ക് പച്ചക്കറികൾ നടണം. ഇവിടെ ഇത്തിരി തണൽ കിട്ടും. പിന്നെ ഈ വലയൊക്കെ ഈ ഗ്രില്ലൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ആ കൂടൊക്കെ ശരിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കൂട് അറ്റത്തേക്ക് പോകും കേട്ടോ. ഈ കൂട് അറ്റം കണ്ടോ, ഇരുമ്പും പുളിയുടെ അപ്പുറത്തേക്ക് ആ ഷീറ്റ് എടുക്കണില്ലേ, ആ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്പേസ് ഞാൻ മാറ്റിയിട്ടെടുക്കണം കേട്ടോ. താറാവിന് വേണ്ടിയിട്ട് അവിടെയാണ് നമ്മളിനി ആ കൂട് അവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വാഴകൾ വലുതായി കഴിഞ്ഞാൽ ഇത് ഇത്തിരി തണൽ കിട്ടും, താറാവുകൾക്ക് തണൽ കിട്ടും. പിന്നെ ആ ടാങ്കിലേക്ക് വലുതായിട്ട് ആൽഗ പിടിക്കലില്ല. വെയിലടിക്കുമ്പോഴാണ് ആ വെള്ളം ഒന്ന് പച്ച കളറാവണം കേട്ടോ. അതൊന്നും തണൽ വരുമ്പോൾ അങ്ങനെ ആവില്ല എന്ന് എൻ്റെ പ്രതീക്ഷ. ഇനി കൂടിയിരിക്കുന്ന ഏരിയയിലൊക്കെ നമ്മൾ വാഴക്കണ്ണ് വെച്ചിട്ടുണ്ട്. വാഴകൾ വെച്ച് കൊടുക്കും. നല്ല രീതിയിൽ കട്ട കുത്തിയിട്ടാണ് നമ്മൾ വാഴ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. താറാവിനെ കൊണ്ടുപോയിട്ട് മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ല തണലിൽ അവർക്ക് അസുഖമില്ലാണ്ടിരിക്കുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ കാണാനായിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് കേട്ടോ. പരമാവധി ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ബൈ.